കൂട്ടോടുവിൽ ഞാനൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഇന്ന് പകൽക്കാലത്തിലെ പ്രത്യേകാൽ സഭയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുന്നു. അതോടുകൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും നമ്മെ ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ തമ്മിൽ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നുണ്ടാകുന്നു. ആമേൻ. പ്രൈസലോട് നമ്മൾ സഹോദരൻ നമ്മളിന്ന് സങ്കീർത്തനം വായിച്ചില്ലേ? സങ്കീർത്തനത്തിലൂടെ അതിൻ്റെ 31 സങ്കീർത്തനമാണ് വായിപ്പാനിടയിൽ തീർന്നത്. അതിൻ്റെ ഹല്ലേലൂയ 2-3 വചനം ഒരാളൊന്ന് വായിച്ചാട്ടെ. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. 2-3 നിന്റെ ചെവി നീ എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എന്റെ പാറയായും നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. പ്രൈസലോ മതി. പ്രൈസലോട് ഇവിടെ ആമേൻ ഉറപ്പിനെ ആമേൻ 2 വചനത്തിലൂടെ ഉറപ്പിനെ ഭക്തൻ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ എനിക്ക് ഉറപ്പുള്ള പാറയും എൻ്റെ രക്ഷകനും എൻ്റെ കോട്ടയും ആയി ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തണമേ. ആമേൻ. ഇവിടെ ഉറപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് ആദ്യമായി കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിലെ ചിന്താവിഷയം എന്ന് പറയുന്നത് കൂട്ടിലെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. കൂട്ടിലെ വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. കൂട്ടിലെ വിശ്വാസം. ഹല്ലേലൂയ. കൂട് എന്തിനെ സൂചിപ്പിക്കുന്നു? കൂട് സംരക്ഷണത്തിനെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. കൂട് സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. കൂടിലൂടെ രക്ഷയുണ്ട്. കൂടിലൂടെ ആമേൻ കരുതലുണ്ട്. കൂട്ടിലൂടെ കാവലുണ്ട്. ആമേൻ. കൂട്ടിലൂടെ എല്ലാ തലത്തിലുമുള്ള ആമേൻ കവചമാണ് കൂട്. എല്ലാ തലത്തിലും സംരക്ഷണ ഒരു കവചമാണ് കൂട്. ഹല്ലേലൂയ. ആമേൻ. ഈ സംരക്ഷണങ്ങളെ ഓർത്ത് ഈ ദൈവിക സംരക്ഷണത്തെ നമ്മളൊരു കൂട് കൂട്ടുമ്പോൾ ഹല്ലേലൂയ കൂട്ടിൽ കൂടുകളെ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂട് കൂട്ടുന്നത്? ചിലപ്പോൾ പലതരത്തിൽ നമ്മൾ കൂട് കൂട്ടാറുണ്ട്. ഹല്ലേലൂയ. പക്ഷികൾക്ക് നാം കൂട് കൂട്ടാറുണ്ട്. മൃഗങ്ങൾക്ക് വേണ്ടി കൂട് കൂട്ടാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പക്ഷികൾക്ക് ആമേൻ കൂട് കൂട്ടിയിട്ട് നമ്മൾ പക്ഷിക്കൂടെന്ന് പറയും അല്ലേ? ആടുകൾക്ക് കൂട് കൂട്ടിയിട്ട് ആടിൻ കൂടെന്ന് പറയും. മാടുകൾക്ക് കൂടുകൾ കൂട്ടിയിട്ട് മാട്ടിൻ കൂടെന്ന് പറയും. എല്ലാം നമ്മൾ ആമേൻ ഇതിലേക്കൊക്കെ സംരക്ഷണത്തിനായിട്ട് രക്ഷയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. അത് ആമേൻ ഉറപ്പോടുകൂടെ നമ്മൾ ചെയ്യുന്നു. നമ്മളുടെ മുൻപിലുള്ളതിന് ഉറപ്പ് വരുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പണിയുന്ന കൂട്ടിൽ നമുക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഈ കൂട്ടിൽ എൻ്റെ കോഴിക്കുഞ്ഞിനെ ആയാലും മുയലിൻ്റെ കുഞ്ഞിനെ ആയിരുന്നാലും പക്ഷിക്കുഞ്ഞുങ്ങളെ ആയിരുന്നാലും ഞങ്ങൾ ഇതിലെ സുരക്ഷിതമായി വളർത്തും. ആമേൻ. നമുക്ക് ആടുകളെ വളർത്തുവാൻ ആടിൻ കൂടുണ്ടെങ്കിൽ അത് സുരക്ഷിത വലയമാണ് ആടിൻ കൂട്. ആമേൻ. മാടുകളെയാണ് മൃഗാദികളെയാണ് വളർത്തുന്നതെങ്കിൽ മൃഗാദികൾക്ക് കൂട് ഒരു സംരക്ഷണമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഭക്തൻ ആമേൻ. നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ ഭക്തൻ ഇങ്ങനെ പാടുകയാണ്. കൂടുകളെ
കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ഓടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വാഹിച്ചു നമ്മെ നീലപരിശായി നാം നശിച്ചിടാതെ പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാൻ അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി കുമ്പിടാമവൻ മുമ്പിലാദരവാ. ഹല്ലേലൂയ പാടാമോദമോടെ അവനല്ലോ നമ്മുടെ രക്ഷയിൻ പറ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പ്രൈസ് ദി ലോർഡ്. അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ. അവൻ നമ്മെ രക്ഷിക്കുന്ന പാറയാണ്. ഹല്ലേലൂയ. ആ രക്ഷയിലാണ് നമ്മൾ ആനന്ദിക്കുകയും ആ രക്ഷയുടെ മറവിലാണ് കൂടുകൂട്ടുകയും ചെയ്ത് അവൻ്റെ പാറയായി അവൻ എന്ന പാറമേലാണ് നമ്മൾ കൂട് പണിയേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ആമേൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വചനം മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 18, 19, 20 വചനങ്ങളൊന്ന് വായിച്ചാലും വായിപ്പാൻ എടുത്ത ചിന്ത വചനം 8-ന്റെ 18 മുതൽ 20 വരെ. എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്ന്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. ഇതാ ആമേൻ ഈ വചനത്തിൽ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ പകൽക്കാലത്തിൽ ആമേൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനോട് ചേർത്ത് ആമേൻ ഈ വചനത്തോട് ചേർത്ത് ആമേൻ ഒരു വചനം ഇങ്ങനെ ഓർമ്മ വരികയാണ്. ആമേൻ. കുഴിമുഴൽ ബലഹീന ജീവിയെങ്കിലും അത് പാറകളിൽ കൂടുകൂട്ടുന്നു. കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറകളിൽ കൂടുകൂട്ടുന്നു. ഹല്ലേലൂയ. ഓ ആമേൻ. അതിനോട് ചേർത്ത് ആമേൻ ഒരു ചെറുകഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഞാൻ ആമേൻ പറയപ്പെട്ട വചനം എന്ന് പറയുന്നത് ആമേൻ കുഴിമുയൽ അത് ബലഹീന പാത്രമെങ്കിലും അത് പാറകളിൽ കൂടുകൂട്ടുന്നു. ആമേൻ. ഒരു ആമേൻ കഥയുടെ സാരാംശം ഇങ്ങനെയാണ്. അത് ആമേൻ ഞാൻ മുൻപൊരിക്കലും ഇങ്ങനെ വായിച്ചതാണ്. ആമേൻ. എങ്കിലും അതിൻ്റെ ഓർമ്മയിൽ ശ്രദ്ധയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാട്ടിൽ നിരവധി ആമേൻ മൃഗാദികൾ ഉള്ള ഒരു കാട്ടിൽ ഹല്ലേലൂയ ഒരു മുയൽ പാർത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു മുയൽ പാർത്തിരുന്നു. ആമേൻ. ആമേൻ. ചില നാളുകൾ ചില കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ മുയലിനെ ഒരു പുലി കാണുവാനിടയായി. അങ്ങനെ പുലിയുടെ ശ്രദ്ധയിൽ ഈ മുയൽ
അകപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാട്ടിൽ ജീവിക്കുന്ന മുയലിനെ പിടിപ്പാനായി പല നാളുകളായി ഈ പുലി ഹല്ലേലൂയ കാത്തിരിക്കുകയാണ്, ഉന്നം വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ പലപ്പോഴായി പതിയിരുന്ന് അതിനെ പിടിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ പുലി തന്നെ പിടിക്കുവാനൊക്കെയും ഓടി വരുമ്പോൾ, അതിനെ തന്നെ പിടിച്ച് ഇരയാക്കുവാൻ ഓടി വരുമ്പോൾ താൻ ഓടി ഹല്ലേലൂയ തൻ്റെ പാർപ്പിടത്തിൽ ഒളിക്കുവാനിടയെത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല പ്രാവശ്യമായി അതിനെ ഈ മുയലിനെ വേട്ടയാടി പിടിക്കുവാൻ ശ്രമിച്ച പുലി ഒടുവിൽ പരാജിതനായി തീരുവാനിടയെത്തുന്നു. പല നാളുകളെ നിരവധി തവണയായി ഈ മുയലിനെ പിടിക്കുവാൻ ശ്രമിക്കുന്നു. താൻ ഹല്ലേലൂയ കാട്ടിൽ പ്രയോഗിക്കേണ്ട എല്ലാ പ്രയോഗവും പുലി നോക്കി, എല്ലാ അടവുകളും നോക്കി, ഒന്നും ഫലിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പുലി എന്തിനെങ്കിലും പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലല്ലെങ്കിൽ അത് പിന്നത്തേതിൽ അത് പിടിക്കും, അല്ലെങ്കിൽ ഏതിനെയും പിടിക്കും. ആ പുലിയുടെ ശ്രമം ഒരിക്കലും അത് വേട്ടയാടാൻ ശ്രമിക്കുന്നത് പരാജയം സംബന്ധിച്ച് മടങ്ങി വരത്തില്ല. ഏതിനെങ്കിലും അത് ഒട്ടിച്ചു പിടിക്കാം. താൻ പരാജിതനല്ല. താൻ ഇന്ന് വരെ പലതിനെയും പിടിച്ച് തിന്ന് പരിചയമുള്ള വ്യക്തിയാണ്. വേട്ടയാടാൻ പരിചയമുള്ള വ്യക്തിയാണ് പുലി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മുയലിനെ പിടിക്കുവാൻ ഇതുവരെ സാധിച്ചില്ല. അങ്ങനെ പരാജിതനായ പുലി ഒരിക്കൽ ഈ മുയലിനോട് ചോദിപ്പാനിടയായി തീർന്നു, അല്ലയോ മുയലേ, ഹല്ലേലൂയ, ഞാൻ വേട്ടയാടുവാൻ ശ്രമിച്ച ജീവജാലങ്ങളെ ഹല്ലേലൂയ എനിക്ക് ലഭിക്കാതിരുന്നിട്ടില്ല, എന്നാൽ നിന്നെ മാത്രം എനിക്ക് സാധിക്കുന്നില്ല. അതെന്താകുന്നു എന്ന് ഹല്ലേലൂയ മുയലിനോട് ചോദിച്ചു. അതിന് മുയൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കൂട് കൂട്ടിയിരിക്കുന്നത് പാറയുടെ പാറയിലാണ് ഞാൻ കൂട് കൂട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പാറയിൽ കൂട് കൂട്ടിയിരിക്കും കാലം ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ കൂട് കൂട്ടിയിരിക്കുന്നതിനാൽ എന്നെ പിടിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല, ആർക്കും കഴിയത്തില്ല. ഏത് മൃഗം എങ്ങനെയൊക്കെ നോക്കിയാലും, ഏത് വൈരി, ഏത് സാഹചര്യം നോക്കിയാലും സാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കത്തില്ല. ഞാൻ കൂട് കൂട്ടിയ ക്രിസ്തുവാകുന്ന പാറയില്ല. ഹല്ലേലൂയ. ഉറപ്പുള്ള സ്ഥലത്താണ് ഞാൻ കൂട് കൂട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ എത്ര പേർക്ക് നമ്മളെ കൂട് ഉറപ്പുള്ള സ്ഥലത്താണെന്ന് രക്ഷയുടെ പർവ്വതത്തിലാണ് നമ്മൾ കൂട് കൂട്ടിയിരിക്കുന്നത് വിശ്വസിക്കുന്നുള്ളവരുണ്ട്. ഒന്ന് കരമടിച്ചാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ഹല്ലേലൂയ. രക്ഷയുടെ ഉറപ്പുള്ള പാറമേലാണ് നമ്മുടെ കൂടെന്ന് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. നമ്മുടെ കൂട് കുഴികളിലല്ല. നമ്മുടെ കൂട് ഉറപ്പുള്ള ഇടത്താണെന്ന് വിശ്വസിക്കുന്നവർ, ഇന്ന് പകൽക്കാലത്തിൽ ഉറപ്പോടെ വിശ്വസിക്കുന്നവരുടെ വേല് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. പാറമേൽ അടിസ്ഥാനം അവൻ്റെ വീട്, അവൻ്റെ കൂട് പാറമേൽ അടിസ്ഥാനമായി ഇട്ടതായതുകൊണ്ട് അവന് കുലുങ്ങിയില്ല, വീണ് പോയില്ല. ഹല്ലേലൂയ. പാറമേലാണ് വീട് പണിതിരിക്കുന്നത്. നേരെമറിച്ച് മണ്ണിൽ വീട് പണിതാൽ, മൺകട്ട കൊണ്ട് വീട് പണിതാൽ വീട് പോകും. പാറമേൽ ഉറപ്പുള്ള ഇടത്ത് കൂട് പണിതാൽ, വീട് പണിതാൽ അത് ഉറപ്പുള്ളതാണ്. ഉറപ്പ് വിശ്വാസത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷിക്കുന്നുണ്ട് ദൈവമക്കളെ. ഓ ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. ഹല്ലേലൂയ. ആയതുകൊണ്ട് നമ്മുടെ കൂട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കൂട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരു കൂട് കെട്ടിയാൽ നമുക്കുള്ളതിനെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരു നമുക്കുള്ളതിന് ഒരു കൂടുണ്ടെങ്കിൽ അത് സുരക്ഷിതമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഭയം മാറുന്നുണ്ട്. നമ്മുടെ എല്ലാ ഭയം മാറി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കൂടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് പിന്നെ ഈ ദൈവത്തെ സ്തുതിക്കുകയാണ്. വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 18 വരുമ്പോൾ ആ വചനം ഒന്ന് വായിച്ചാലും മത്തായി 8-ന്റെ യേശു അവിടെ നമ്മൾ വായിച്ച വചനമാകുന്നു. യേശു തൻ്റെ ചുറ്റിലും വലിയൊരു പുരുഷാരത്തെ കണ്ടാറേ അക്കരയ്ക്ക് പോകുവാൻ അവരോട് കൽപ്പിച്ചു. മതി. യേശുവിനെ നമുക്കറിയാം. യേശു ആരാണ്? രക്ഷകനാണ്. യേശു ഉറപ്പുള്ള ദൈവമാണ്. യേശു ആദ്യനും അന്ത്യനുമാണ്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും കുലുങ്ങത്തില്ല. അവൻ സിയോൻ പർവ്വതം പോലെ, പാറ പോലെ ഉറച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആയതുകൊണ്ടാണ് ഒരിക്കൽ യേശുവിനെ വിശ്വസിച്ച പത്രോസിനോട് പറഞ്ഞു, യേശുവിനെ നീ ദൈവപുത്രനെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിന് പറഞ്ഞു, നീ ഉറപ്പുള്ള പാറയെന്ന് പറയുന്നത്. പത്രോസ്, നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആമേൻ. വിശ്വാസത്തിൽ ഉറപ്പുള്ളവന്റെ മേലാണ് ദൈവസഭയെ പണിയുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ചാഞ്ചാടാതെ, വിശ്വാസത്തിൽ അധൈര്യപ്പെടാതെ, വിശ്വാസത്തിൽ ഭയപ്പെടാതെ നിൽക്കുന്ന പാറമേലാണോ നമ്മുടെ വിശ്വാസം? പാറ പോലുള്ളതാണോ? പാറയിലാണോ നമ്മുടെ കൂട്? ഒരു ശക്തിക്ക് നമ്മെ തൊടുവാൻ സാധിക്കത്തില്ല. ആമേൻ. ഇവിടെ യേശു പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്. എന്താ വായിച്ചത്? എന്ന് വായിച്ചാലും യേശു തന്റെ ചുറ്റും വലിയ പുരുഷാരത്തെ കണ്ടാറേ അക്കരയ്ക്ക് പോ. യേശു പറയുകയാണ്, അക്കരയ്ക്ക് പോകും. തൻ്റെ ശിഷ്യ യേശു ആരാണ്? യേശു രക്ഷകനാണ്. യേശു ഇവിടെയുള്ള ആളല്ല. യേശു ആത്മാവിൽ ജനിച്ചൊരു ഒരു വ്യക്തിയാകുന്നു. യേശു. ഹല്ലേലൂയ. യേശു ഇക്കരെയുള്ള ഒരു വ്യക്തിയല്ല. ഇപ്പോൾ യേശു വന്നിരിക്കുന്നത് ഇക്കരെ വന്നിരിക്കുകയാണ്. ഈ കരയിൽ വന്നിരിക്കുകയാണ്, നമ്മോട് കൂടെ വന്നിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മെ ചേർപ്പാൻ. ഹല്ലേലൂയ. യേശു വന്നത് ഉറപ്പുള്ള സ്ഥലത്ത് നിന്നാണ് വന്നത്, അക്കരെ നിന്നാണ് വന്നത്. ആമേൻ. ആദിയോടന്തം ഉള്ള സ്ഥലത്ത്, ആദിയോടന്തം ഉറപ്പുള്ള സ്ഥാനത്തു നിന്നാണ് യേശു വന്നത്. ഹല്ലേലൂയ. എന്തിനെന്ന് ചോദിച്ചാൽ ഇക്കരെ നിന്ന് കുറച്ചുവരെ ചേർത്ത് കൊണ്ട് പോകേണ്ടതുണ്ട്. ഇക്കരെ നാട്ടിൽ നിന്ന് ഈ നാട് ഉറപ്പുള്ളതല്ല. ആയതുകൊണ്ടാണ് യേശു തൻ്റെ അനുഗമിക്കുന്ന പുരുഷാരത്തെ കണ്ടിട്ട് ഹല്ലേലൂയ, നിങ്ങൾ അക്കരയ്ക്ക് പോകുവാൻ പറയുവാനിടയെത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകുവീൻ എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അക്കരയ്ക്ക് യേശു ഞാൻ പറഞ്ഞു, അക്കരെ നിന്നുള്ളവനാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഇക്കരെയുള്ളവർ. ഇക്കരെ ഭവനം നമ്മൾ പാർക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആമേൻ. നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ വസിക്കുന്ന നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ആമേൻ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ആയുഷ്കാലം. പഴയ കാലഘട്ടങ്ങളിൽ 900 ആമേൻ നോഹയുടെ കാലഘട്ടങ്ങളിൽ ഒക്കെ ഹല്ലേലൂയ, അതിനു മുൻപൊക്കെ 900, 880, 930 അങ്ങനെയൊക്കെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം ആമേൻ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊക്കെ പറയുകയാണ്. അതിനപ്പുറത്ത് കഷ്ടവും പ്രയാസവും എന്നൊക്കെയാണ്. എന്നാൽ ദൈവമാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നിട്ട് മാനവരാശിയെ രക്ഷിപ്പാൻ വന്ന കർത്താവ് യേശു പറയുന്ന കാര്യമാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുവീൻ. ഇക്കരെ ശാശ്വതമല്ല, അക്കരയ്ക്ക് പോകണം. ഇക്കരെ ഉറപ്പുള്ള ഇടമല്ല. ഇക്കരെ നമ്മൾ എന്തൊക്കെ പണിതാലും, ഏത് നിലവാരത്തിലെ വീടുകൾ പണിതാലും, ഏത് തരത്തിലുള്ള മന്ദിരങ്ങൾ പണിതാലും അത് ഉറപ്പുള്ള ഇടമല്ല. ശാശ്വതമായി ജീവിക്കാൻ സാധിക്കത്തില്ല, അതിന് കഴിയത്തില്ല. ആയതുകൊണ്ട് തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ, തന്നെ അനുഗമിക്കുന്നവരെ അക്കരയ്ക്ക് കൊണ്ടുപോകണം. അവിടെയാണ് നമ്മുടെ ശാശ്വത ഭവനം, ശാശ്വത വീട്, ശാശ്വത കൂട്.
നിത്യഭവനം. അവിടേക്ക് പോകുവാൻ വേണ്ടി യേശു തന്നെ അനുഗമിക്കുന്ന ഹല്ലേലൂയ പുരുഷാരത്തോട് ആഹ്വാനം ചെയ്യാണ്. നിങ്ങൾ അക്കരയ്ക്ക് പോകുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അക്കരയ്ക്ക് പോകുവീൻ. ആമേൻ. നമ്മുടെ ഭവനം ഇക്കരയാണെങ്കിലും അക്കരയ്ക്ക് പോകുവീൻ. അടുത്ത വചനം ഒന്ന് വായിച്ചാലും സിസ്റ്ററെ. അടുത്ത വചനത്തില് ഒരു ശാസ്ത്രി പറയുകയാണ്. അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്ന് ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. മതി. സ്തോത്രം. അവിടെ പറയുകയാണ് ഒരു ശാസ്ത്രി. യേശു തൻ്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും എല്ലാം പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുവീൻ. പോകാൻ പറയണം. പോകാൻ പറഞ്ഞ് എന്ത് ചെയ്യണം? പോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു ശാസ്ത്രി വന്ന് പറയുകയാണ്, കർത്താവേ എന്ന് വിളിച്ചില്ല, ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഞാൻ വരാം. ഞാൻ നിന്നെ അനുഗമിക്കാം. ആമേൻ. ഇവിടെ ശാസ്ത്രിയുടെ ജീവിതത്തിൽ ശാസ്ത്രിയെ നമ്മൾ പഠിച്ചു നോക്കിയാൽ ശാസ്ത്രിയുടെ ജീവിതത്തിൽ ശാസ്ത്രി യേശു ആരാണ്? യേശു ആമേൻ കാഴ്ചയാലുള്ളവനല്ല, വിശ്വാസത്താലുള്ളവനാണ്. അവൻ അക്കരയുള്ളവനാണ്. അവനാണ് പറഞ്ഞത് ആമേൻ തൻ്റെ ജനത്തോട് അക്കരെ പോകുവേ. എന്നാൽ ഇക്കരയുള്ള ശാസ്ത്രി പറയുകയാണ്, ഹല്ലേലൂയ, ഗുരു നീ എവിടെ പോയാലും ഞാൻ അവിടെ വരാം. ശാസ്ത്രി നോക്കിയപ്പോൾ യേശുവിനോട് കൂടെ നടക്കുകയാണ്. ശാസ്ത്രി ഇങ്ങനെ നടക്കുകയാണ്. ആമേൻ. പുരുഷാരത്തോടു കൂടെ നടക്കുകയാണ്. ശാസ്ത്രി കരുതുന്നത് കാഴ്ചയാലുള്ളതാണ്. കാഴ്ചയാൽ. ഹല്ലേലൂയ. ശാസ്ത്രി കരുതുന്നു യേശുവിനോട് കൂടെ അനുഗമിച്ചാൽ യേശുവിനോട് അനുഗമിച്ച് കൊള്ളാം. യേശു നല്ലൊരു വ്യക്തിയാണ്. യേശുവിനോട് കൂടെ നടന്നാൽ ഹല്ലേലൂയ എല്ലാം ഉണ്ട്. ഭക്ഷണപാനീയമുണ്ട്, സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. യേശു നല്ലൊരു വ്യക്തിയാണ്. യേശുവിനെ കൂടെ ഒരുപാട് അനുഗമിക്കുന്നുണ്ട്. നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട് യേശുവിനോട് കൂടെ നടന്നാൽ. ഹല്ലേലൂയ. രക്ഷയുണ്ട്, എല്ലാം ഉണ്ട്. യേശുവിനോട് കൂടെ നടന്ന ഒന്നിനും മുട്ടുവരത്തില്ല. അതുകൊണ്ട് നല്ലൊരു വ്യക്തിയായിട്ട് കണ്ടതുകൊണ്ട് ശാസ്ത്രി വേണ, ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അമേരിക്ക പോകണോ? അമേരിക്ക പോകാം. ബ്രിട്ടനിൽ വേണോ? ബ്രിട്ടനിൽ പോകാം. ഫ്രാൻസിൽ വേണോ? ഉത്തര കൊറിയയിലോ? ആമേൻ. ഹല്ലേലൂയ. പാകിസ്ഥാനിലോ ആമേൻ ഗൾഫ് രാജ്യങ്ങളിലോ ഹല്ലേലൂയ ഭൂമിയുടെ ഏതറ്റത്ത് വേണമെങ്കിലും ഞാൻ നിന്നെ അനുഗമിക്കാം. അത് കാഴ്ചയാലുള്ളതാണ്. യേശു പറയുന്നത് വിശ്വാസത്താൽ അക്കരയ്ക്ക് പോകണം. നമ്മുടെ ജീവിതം എപ്രകാരമാണ്? വിശ്വാസത്താൽ അക്കരെ പോകണം. നമ്മുടെ ഈ കര എന്ന് പറഞ്ഞ കാഴ്ചയാലുള്ള ഇടമാണ്. ആമേൻ. കാഴ്ചയാലുള്ള ഇടം, കാഴ്ചയാലുള്ള ജീവിതം, കാഴ്ചയാൽ നമ്മൾ പോകാൻ ശ്രമിച്ചാൽ കുഴിക്കര വരെ പോകാൻ സാധിക്കും. കാഴ്ചയിലുള്ളവരൊക്കെയും കുഴി വരെ വരത്തുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അക്കരെ പോകണമെങ്കിൽ വിശ്വാസത്താൽ പോകണം. യേശു വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തീകരിക്കുന്ന കർത്താവാണ്. ആമേൻ. ആദ്യനും അന്ത്യനുമാണ്. അവനാണ് പറയുന്നത് അക്കരെ പോകുവീൻ. ഹല്ലേലൂയ. ഇക്കരയല്ല നമ്മുടെ ഭവനം, ഇക്കരയല്ല നമ്മുടെ ആമേൻ പാർപ്പിടം. നമ്മുടെ അല്പനേരത്തേക്കുള്ളതാണ് ഇക്കരെ. അക്കരയ്ക്ക് പോകുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ശാസ്ത്രി പറയുന്നു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന്. അവൻ ശാസ്ത്രി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ശാസ്ത്രിയോട് യേശു ഒരു മറുപടി ഇങ്ങനെ പറയാനിടയെത്തുന്നു. ചില മറുപടികൾ ഇങ്ങനെ പറയാനിടയെത്തുന്നു. ഹല്ലേലൂയ. മറുപടി പറയുന്നതാണ് യേശു അവനോട് ശാസ്ത്രിയോട് പറയുന്ന കാര്യമാണ്. യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഇത് 3 കാര്യങ്ങളാണ് ശാസ്ത്രിയോട് യേശു പറഞ്ഞ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഒന്നാമതായി പറഞ്ഞാൽ കുറുനരികൾക്ക് കുഴികളുണ്ട്. കുറുനരികൾക്ക് എന്തുണ്ട്? കുഴികളുണ്ട്. നേരത്തെ മുയലിന് എന്തുണ്ടായിരുന്നു? കൂടുണ്ടായിരുന്നു. മുയലിന് കൂടുണ്ടല്ലേ? ഇപ്പൊ കുറുനരി പറയാണ്, കുറുനരികൾക്ക് കുറുനരി ഉണ്ടെങ്കിൽ, കുറുനരിയുടെ കൂട്ടമുണ്ടെങ്കിൽ അതിന് കുഴികളും ഉണ്ടാകും. യേശു പറയുകയാണ് കുറുനരികൾക്ക് കുഴികളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മതി, ഞാൻ പറഞ്ഞിട്ട് വായിച്ചാൽ മതി. ഹല്ലേലൂയ. കുറുനരികളെ കുഴികളുണ്ട്.
എന്തിനെന്ന് ചോദിച്ചാൽ കുഴി എന്തിനാ കുഴിച്ചിട്ടേക്കണേ? കുറുതരി ഉണ്ടെങ്കിൽ അവിടെ കുഴി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതിലെ കുറുതരി കുഴി കുഴിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് സംരക്ഷണം ഒരുക്കുകയാണ്, അതിൻ്റെ രക്ഷയുടെ കേന്ദ്രം. നിരവധി കടിച്ചു കീറുന്ന മൃഗാദികളുടെ ഇടയിലാണ് അത് വസിക്കുന്നത്. ആരെങ്കിലും തന്നെ പിടിക്കുവാൻ വന്നാൽ അത് കുറുനരികൾ ഓടി ഹല്ലേലൂയ ഈ തൻ്റെ കുഴികളിൽ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. അവിടെ അതിന് രക്ഷയുണ്ട്, അതിനവിടെ വിടുതലുണ്ട്, അതിനവിടെ സകല സംരക്ഷണമുണ്ട്. അതിന് തൻ്റെ കുഴികളിൽ വിശ്വാസമുണ്ട്. ഈ കൂട് ഈ കാട്ടില് ഈ ഹംസമൃഗങ്ങൾ അധിവസിക്കുന്ന ഈ കാട്ടില് എത്ര സിംഹമുണ്ടെങ്കിലും പുലിയുണ്ടെങ്കിലും കടുവയുണ്ടെങ്കിലും എനിക്കൊരു കുഴിയുണ്ട്, എനിക്കൊരു കൂടുണ്ട്, അതിൽ ഞാൻ ഓടി ശരണപ്പെടും. എനിക്കതൊരു രക്ഷയാണ്, എൻ്റെ ഉറപ്പ്. എനിക്ക് ആ കൂടുള്ള കാലം എന്നെ തൊടത്തില്ലവരും. നമുക്ക് എത്ര വിശ്വസിക്കുന്നുണ്ട് നമുക്കൊരു കൂടുണ്ടെന്ന്. ഇവിടെയല്ല അക്കരെ ഒരു കൂടുണ്ടെന്ന്, നമുക്ക് ഇക്കരെയും അക്കരെയും കൂടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് രക്ഷയുണ്ട്, നമുക്ക് വിടുതലുണ്ടെന്ന്. ഒരു ശത്രുവിന് നമ്മളെ തൊടാൻ സാധിക്കത്തില്ലെന്ന് എത്ര പേര്? രോഗത്തിന് തൊടാൻ സാധിക്കത്തില്ല, വ്യാധികൾക്ക് നമ്മളെ തൊടാൻ സാധിക്കില്ല, ഒരു ബലഹീനതകൾക്കും ഒരു വൈദിക്കും ഒരു എതിരിക്കും നമ്മെ തൊടാൻ സാധിക്കില്ല. നമ്മൾ എത്ര വിശ്വസിക്കുന്നുണ്ട്? യാസ് ഒന്ന് അടിച്ച് നമുക്കൊരു കൂടുള്ളയിടം കാലം നാം ഭയപ്പെടത്തില്ല. നമുക്കൊരു കൂടുണ്ട്, നമുക്കൊരു വീടുണ്ട്, നമുക്കൊരു ഭവനമുണ്ട്. അത് ഇക്കരയല്ല, അക്കരെ എത്രേ. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കൂടുള്ളയിടം കാലം. കുറുതരികൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറു കുറുക്കന്മാരെയാണ്. ഹല്ലേലൂയ. കുറുനരികൾ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അത് ചെറിയ ജീവികളാണ്. കുറുനരികൾ മാംസബുക്കാണെങ്കിൽ തന്നെയും പലതിനെയും പിടിച്ച് ആണ് അത് ജീവിക്കുന്നതെങ്കിലും പലതിനെയും പിടിച്ച് അതിനെ മാംസങ്ങളാണ് ഭക്ഷിക്കുന്നതെങ്കിലും അതിനെ പിടിച്ച് തിന്നാൻ വേറൊരു ജീവി വരും. അതിനെ പിടിക്കുവാൻ, കുറുനരികളെ പിടിക്കുവാൻ ഹല്ലേലൂയ പലതരത്തിലുള്ള മൃഗാദികൾ കയറി വരും, പലതരത്തിലുള്ള പ്രതികൂലം നമ്മുടെ മേൽ വരും. അതിനു വേണ്ടിയാണ് താൻ കുഴി കുഴിച്ചിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കൂട്ടിൽ, ആ കുഴിയിൽ തനിക്ക് വിശ്വാസമുണ്ട്. സിംഹമല്ല, കടുവയല്ല, പുലി വന്നാലും എന്നെ തൊടത്തില്ല. എത്ര പേര് ദൈവമക്കളെ വിശ്വസിക്കുന്നുണ്ട്? പനിയോ ജലദോഷമോ തുമ്മലോ മൂക്കൊലിപ്പോ ഒരു വ്യാധി നമ്മളെ തൊടത്തില്ലെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? പനികൾ മാറിപ്പോകട്ടെ, രോഗബന്ധങ്ങൾ ആഴിയട്ടെ. ദൈവമക്കൾ ആരാധിക്കുമ്പോൾ തന്നെ ചങ്ങല ആഴിയട്ടെ. ദുരാത്മാക്കൾ ആദി വ്യാധികളെല്ലാം മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്നെ തൊടാൻ സാധിക്കത്തില്ല. ഞാൻ കൂട്ടില്ല, കർത്താവിലാ വിശ്വസിക്കുന്നത്. കർത്താവ് എനിക്ക് കൂടായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കുറുനരികൾക്ക് കുഴികളുണ്ട്. കുഴിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ഏത് ഒരു വലിയൊരു തിരമാല മൃഗക്കൂട്ടം കടന്നു വന്നാലും താൻ ആ കൂട്ടിൽ ഒളിക്കും, ശരണപ്പെടുവാനിടയെ തീരും. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറയുന്ന കാര്യമാണ് ആകാശത്തിലെ കർത്താവ് രണ്ടാമത്തെ വാക്കാണ്. ആകാശത്തിലെ വായിച്ചാലും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്. നോക്കിക്കേ, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്. ആകാശത്തിലെ പറവകൾ തങ്ങളുടെ കൂട്ടിൽ വിശ്വസിക്കുന്നുണ്ട്. പറവകള് എവിടേക്കാണ് കൂടുവയ്ക്കുന്നത്? തറയിൽ കൂടുവയ്ക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. പറവകളെല്ലാം കൂട്ടിൽ തറയിൽ കൂടുവയ്ക്കത്തില്ല കേട്ടോ. അത് സുരക്ഷിതമായ സ്ഥാനത്ത് മാത്രമേ കൂട് വയ്ക്കത്തുള്ളൂ. നമ്മുടെ കോഴി തറയിൽ കൂട്ടിയാലും കോഴി, ചില പക്ഷികൾ, താറാവ്, ഇങ്ങനെയൊക്കെയുള്ള തറയിൽ കൂട് കൂട്ടിയാലും ഹല്ലേലൂയ ഏറെയും പക്ഷികൾ ഉയർന്ന സ്ഥലങ്ങളിൽ, സംരക്ഷണമുള്ള സ്ഥലത്ത് ആണ് കൂട് കൂട്ടുന്നത്. ഹല്ലേലൂയ. കോഴികൾ നമ്മൾ വളർത്തുന്നവയായതുകൊണ്ട് നമുക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ, നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അത് മുട്ടയിട്ട് അടവിരിക്കുന്നു. എന്നാൽ തുറസായി കിടക്കുന്ന
പുറത്ത് കാടുകളിൽ വളർന്ന കോഴികൾ അത് അതിൻ്റെ സുരക്ഷിതമായ സ്ഥാനത്ത് മാത്രമേ മുട്ടയിട്ട് അടവിരിക്കത്തുള്ളൂ. ആമേൻ. അത് ഏത് തന്നെ. എന്നാൽ പറന്നു നടക്കുന്ന പക്ഷികൾ അത് ആമേൻ കൂടുകൂട്ടുന്നത് തനിക്ക് സുരക്ഷിതമായ സ്ഥാനത്താണ്. അതിൻ്റെ സുരക്ഷിതമായ സ്ഥാനം അത് കണ്ടെത്തും തന്നെ. ആമേൻ. ഒരു ജീവിക്കും, ഒരു പക്ഷിക്കും, ഒന്നിനും ഇഴജാതിക്ക് ഒന്നിനെ തൊടാൻ സാധിക്കാത്ത സ്ഥലത്തായിരിക്കും അത് കൂടുകൂട്ടുന്നത്. അത് വിശ്വാസമുള്ള സ്ഥലത്തായിരിക്കും അത് കൂടുകൂട്ടുന്നത്. നമ്മളൊരു പക്ഷിയെ പിടിച്ചിട്ടിട്ട്, പറന്ന് നടക്കുന്നൊരു പക്ഷിയെ പിടിച്ചിട്ടിട്ട് പിടിച്ച് കൂട്ടിനടച്ചിട്ടിട്ട് പക്ഷിയെ തറയിൽ മുട്ടയിടെന്ന് പറഞ്ഞ് കുറച്ച് ചകരിയൊക്കെ വെച്ച് കൊടുത്താൽ അവിടെ മുട്ടയിടത്തില്ല. അത് ഉയർന്ന പ്ലേസുകൾ നോക്കിക്കൊണ്ട് നടക്കും. എവിടെയെങ്കിലും ഉയർന്ന പ്ലേസിൽ ഞാൻ ചില നാളുകൾക്ക് മുമ്പ്, കാലത്തിന് മുമ്പേ ഞാൻ പക്ഷി വളർത്തിയതുകൊണ്ട് എനിക്കറിയാം. താഴ്ന്ന ഇടങ്ങളിലൊന്നും നമ്മൾ കൂടൊരുക്കി വെച്ചാൽ അവിടെ കയറത്തില്ല. അത് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. എവിടെ ഉയർന്ന സ്ഥലങ്ങളിൽ കൂടുണ്ടെന്ന്, കൂട്ട് കൂട്ടാമെന്ന്, അവിടെയാണ് അത് സുരക്ഷിതത്വം പക്ഷിക്കറിയാം. അല്ലെങ്കിൽ എന്നാൽ ആ കൂടിനെടുത്ത് ഉയർന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് കയറി മുട്ടയിടും. അതിനറിയാം ഇതിനപ്പുറത്ത് ഇനി ഒരു ഉയർന്ന സ്ഥലം കിട്ടാനില്ല കൂട്ടിനകത്ത്. ഹല്ലേലൂയ. അതേപോലെ പറവകൾക്ക് ഹല്ലേലൂയ ആമേൻ ഉയർന്ന സ്ഥലങ്ങളിലാണ് കൂട് കൂട്ടുന്നത്. ഹല്ലേലൂയ. താൻ വിശ്വസിക്കുകയാണ് പക്ഷി ഓരോ പക്ഷികളും കൂട് കൂട്ടുമ്പോൾ ആമേൻ താൻ വിചാരിക്കുകയാണ് ഈ കൂട് എനിക്ക് സംരക്ഷണം നൽകും, ഇത് രക്ഷ നൽകും, എന്നെ അനേക ശക്തികളിൽ നിന്ന് വിടുവിക്കും. കൊടുങ്കാറ്റ് വന്നാലും പെരുങ്കാറ്റ് വന്നാലും ചുഴലിക്കാറ്റ് വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എനിക്കൊരു കൂടുണ്ട്, എനിക്കൊരു വീടുണ്ട്. ഞാൻ ഈ കൂടിൽ കടന്ന് ആമേൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഞാൻ വിരിക്കും. ഒരു ശത്രുവിന് ഞാൻ ഈ കൂടിരിക്കും കാലം എന്നീ ഒരു ശത്രുവിനും ആമേൻ എന്നെയോ എൻ്റെ കുഞ്ഞുങ്ങളെ തൊടാൻ സാധിക്കത്തില്ല. അറേ കാലാഭാവം. നമ്മൾ കൂടുകളിലാണോ? ഏത് കൂടിലാണ് നമ്മൾ? ആമേൻ. ഏത് കൂട്ടിലാണ്? ക്രിസ്തുവാകുന്ന കൂടിലാണോ നമ്മൾ? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴായി ഹല്ലേലൂയ ആമേൻ ഇവിടെ കുഴിമുയലുകൾക്ക് കൂടുണ്ട്. ആമേൻ. കുഴിമുയലുകൾക്ക് പാറകളിൽ കൂടുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ ആമേൻ കുറുനരികൾക്ക് കുഴികളുണ്ട്. കുഴികളിൽ അത് കൂടുകൂട്ടിയിരിക്കുകയാണ്. ആകാശത്തിലെ പറവകൾക്ക് ഹല്ലേലൂയ കൂടുകളുണ്ട്. കൂടുതലത് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കാത്ത സ്ഥാനത്ത് ഒരു മുട്ടയെടുത്ത് അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കത്തില്ല കേട്ടോ ദൈവങ്ങളെ. നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതായിരിക്കുന്ന ആളുകളിൽ നമ്മൾ എവിടെയാണ് കൂട് കൂട്ടിയിരിക്കുന്നതെന്ന്, നമ്മൾ കൂട്ടിയിരിക്കുന്ന കൂട്ടിൽ നിന്ന് ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ലെന്ന് ആളിൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങണം. ഹല്ലേലൂയ. നമ്മൾ അവിശ്വാസികളോടുകൂടെ ഇടകലരാൻ പാടത്തില്ല. നമ്മൾ ഓടിയും ചാടിയും നഷ്ടപ്പെടുവാൻ പാടില്ല. നമ്മളൊരു കൂടിൽ വിശ്വസിക്കാതെ, നമ്മുടെ കൂടിൽ വിശ്വസിക്കാതിരുന്നാൽ നമ്മൾ നഷ്ടപ്പെടുവാൻ ഇടയിൽ തീരും. നമ്മളെ കൂട് നമ്മളെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചില കാലത്തിന് മുൻപേ ഒരു ദൃശ്യത്തിൽ ഞാൻ കണ്ടതാണ്. ഒരു വീഡിയോയിൽ ആമേൻ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു വയൽ പ്രദേശത്ത് ആ പ്രദേശത്തിലൂടെ ഒരു കർഷകൻ ഒരു ട്രാക്ടറുമായിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. വയൽ പ്രദേശത്തുകൂടെ, വയലിലൂടെ ആമേൻ ഒരു കർഷകൻ നീങ്ങുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ വയൽ പ്രദേശം ആമേൻ നെല്ലെല്ലാം അറുത്തെടുത്തതിന് ശേഷം, കറ്റ അറുത്തെടുത്തതിന് ശേഷം ഇങ്ങനെ കുറ്റിയായിട്ട് ഉള്ള ഒരു പ്രദേശം, വരണ്ട പ്രദേശം. ഈ വരണ്ട കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ ഒരു പക്ഷി അവിടെ നിലത്ത് കൂട് വച്ചിരിക്കുകയാണ്. ഒരു ദേശാടന പക്ഷി അവിടെ കൂട് വച്ചിരിക്കുകയാണ്. തനിക്ക് അത് ദേശാടന പക്ഷി എന്ന് ഞാനത് കാണുവാനിടയിൽ. ദേശാടന പക്ഷിയാണ്. ദേശാടന പക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിലൊന്നും അത് കാണാൻ സാധിക്കില്ല. എന്നാൽ മറ്റുള്ള ജില്ലകളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചിലയിടങ്ങൾക്കുണ്ട്. എന്നാൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഈ ദേശാടന പക്ഷിയുണ്ട്. അത് ഒരിടത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പലയിടത്തും സാഹചര്യം കാലാവസ്ഥ അനുസരിച്ച് മാറി ചേക്കേറുന്നൊരു പക്ഷിയാണ് ദേശാടന പക്ഷി. വയലുകളിലൊക്കെ അത് കാണാം. അതിന് പ്രത്യേക ഒരു ശബ്ദമാണ്. അതിൻ്റെ ഒച്ച അത് വിളിക്കുന്നതൊക്കെ മറ്റു തരത്തിലാണ്. അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഒരു ഈ ദേശാടന പക്ഷി നമ്മുടെ കോഴി കുറച്ച് നാരൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിട്ട് മുട്ടയിടുന്നത് പോലെ വയലിലെ ചണ്ടിക്കൂമ്പാരങ്ങളൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിട്ട് അതിൽ മുട്ടയിട്ട് അടയിരിക്കുകയാണ്. ഈ ദേശാടന പക്ഷിയെ സംബന്ധിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഈ വേനൽക്കാലത്തിൽ ഞാൻ 10-20 ദിവസമോ കാത്തിരുന്ന് ഞാൻ മുട്ട വിരിച്ചെടുക്കും. അതിന് സുരക്ഷിതമായ സ്ഥലമാണ് വയൽ പ്രദേശം. ആരും വരാൻ ഇപ്പോൾ ഇടയിൽ വെള്ളമൊന്നും വരത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്താലാണ്. വരണ്ട പ്ലേസാണ്. ഹല്ലേലൂയ. ഈ 10-20 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കും.
അത് വിശ്വാസത്തോടു കൂടി അത് മുട്ടയിട്ട് അടയിരിക്കുകയാണ്. അപ്പോഴാകുന്നു ആ വയൽ അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പേ ഇളക്കി മറിച്ച് പാകപ്പെടുത്താൻ വേണ്ടി കർഷകൻ വരുന്നത്. കർഷകൻ വരുന്നേക്കിനെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ വലിയൊരു ട്രാക്ടറുമായിട്ടാണ് വരുന്നത്, യന്ത്രമുഷ്ടിയായിട്ടാണ് വരുന്നത്. ആമേൻ. വേഗത്തിൽ പഴയ കാലത്ത് നമ്മൾ ചെറിയ കലപ്പൽ കൊണ്ട് അല്ലെങ്കിൽ വയൽ ഉഴുതാറുണ്ട്, ഉഴുതു മറിക്കാറുണ്ട്. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല, വലിയ യന്ത്ര സാമഗ്രികൾ കൊണ്ടാണ് ആമേൻ വയൽ ഉഴുതു മറിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു വലിയൊരു യന്ത്രവുമായിട്ട് വരികയാണ്. മണ്ണ് അങ്ങനെ ഒരുപാട് ഇളക്കി മറിക്കത്തക്ക നിലവാരത്തിലുള്ളൊരു മെഷീനുമായിട്ട് വരികയാണ്. അങ്ങനെ മെഷീനുമായിട്ട് തട്ടി വയൽ പ്രദേശത്ത് വന്നപ്പോൾ ആമേ ഈ കർഷകൻ കാണുന്ന കാഴ്ച ഒരു പക്ഷി, ഒരു ചെറു പക്ഷി, ഹല്ലേലൂയ, ദേശാടന പക്ഷി വയലിൽ ആമേൻ ചണ്ടിയൊക്കെ പറക്കി വെച്ചിട്ട് അതിൽ മുട്ടയിട്ട് അടയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷിയെ കണ്ടിട്ട് ഹല്ലേലൂയ ഈ ആമേൻ കർഷകൻ ആ വണ്ടി അവിടെ നിർത്തി, ബാക്കിൽ നിർത്തി. പക്ഷി അനങ്ങിയില്ല കേട്ടോ, അനങ്ങിയില്ല. പക്ഷി അനങ്ങിയില്ല, കണ്ടതാട്ടെ കാണിച്ചില്ല. പക്ഷി അവിടെ തന്നെ ഇരുന്നു. എന്നാൽ ഈ ഹല്ലേലൂയ ഈ കർഷകൻ ഈ പക്ഷിയുടെ ആമേൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു, നിർത്തിയിട്ട് പിന്നെയും സ്റ്റാർട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്തുകൂടി അപ്പുറം ഇപ്പുറം കൂടി ഇതിനെ പക്ഷിയെ സെൻറ്ററിലാക്കിയിട്ട് അപ്പുറം ഇപ്പുറം 4 വീലും അതിൻ്റെ അപ്പുറം ഇപ്പുറകൂടെയൊക്കെ അങ്ങ് പോയിട്ട് അപ്പുറത്ത് ചെന്ന് ഇതിനെ കടന്നങ്ങ് പോകുമ്പോൾ ആമേൻ ഈ ദേശാടന പക്ഷി അതിൻ്റെ ബാക്കിലുള്ള ചക്രത്തിൽ ഒരൊറ്റ കൊത്ത്. ഹല്ലേലൂയ. ആമേൻ. ആ ഇരുമ്പായുധത്തിൽ ഒരു ഒറ്റ കൊത്തങ്ങോട്ട് കൊത്തി. ഇരുമ്പായുധമേ, ഹല്ലേലൂയ, നീ എന്നെ തകർക്കാൻ വന്നോ? ഞാൻ സുരക്ഷിതമായ സ്ഥലത്താണ് ഞാൻ കൂട് വെച്ചിരിക്കുന്നത്, ഉറപ്പുള്ള ഇടത്താണ് കൂട് വെച്ചിരിക്കുന്നത്. എനിക്കിവിടെ ഞാൻ വിശ്വാസത്തോടു കൂടെയാണ് കൂട് കൂട്ടിയിരിക്കുന്നത്. നീ വിചാരിക്കാൻ എന്നെ തൊടാൻ സാധിക്കത്തില്ല. ഏതാമേൻ ഏത് ശക്തിയായിരുന്നാലും എന്നെ ജയിക്കത്തില്ല നീ. ഹല്ലേലൂയ. അത്ര വിശ്വാസത്തോടുകൂടെ ഇരുമ്പായുധത്തിൽ ഒരു കൊത്തും ഒരൊറ്റ വിളിയും. ദൈവമക്കളെ, നമ്മുടെ കൂടെ എത്ര ഉറപ്പുള്ളതാണ്, നമ്മുടെ കൂട് എവിടെയാണ്. ഇത്ര ഉറപ്പായി പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഇരുമ്പായുധം, ഒരു ശത്രു അല്ലെങ്കിൽ എതിരി അല്ലെങ്കിൽ ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഉടനെ പിടിച്ചു ഓടും. വിശ്വാസമില്ല. ചെറിയ പക്ഷിയുടെ വിശ്വാസം നമ്മൾക്കുണ്ടോ? ഇല്ല. കുഴിമുയലിൻ്റെ വിശ്വാസം ഇല്ല. കൂടുതൽ വിശ്വാസമുണ്ട് ഹല്ലേലൂയ കുറുക്കന്മാർക്ക്, എന്താ പറഞ്ഞത്, കുറുനരികൾക്ക് ഉള്ള വിശ്വാസം നമ്മൾക്കില്ല. മനുഷ്യപുത്രന് വിശ്വാസം ഇല്ല. ഒരു ചെറിയ പ്രതികൂലം വന്നാൽ മതി, ഒറ്റ ഓട്ടം. ഇവിടെ പ്രാർത്ഥിച്ച വിടുതലില്ല, അവിടെ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും. നമുക്ക് അങ്ങനെ നമ്മൾ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കണം. ഏത് ദിനത്തെ ഏത് ഗതിയെ നമുക്ക് ജയിക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഒന്ന് കരമടിച്ചെന്ന് വിശ്വാസത്തോടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ വിടുതലെ തീരും. കർത്താവ് എന്നിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. കർത്താവ് രക്ഷകനായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ ആമേ നമുക്ക് ഉറപ്പുള്ള പാറയാണ് നമ്മുടെ കർത്താവ്. അവനാണ് നമ്മുടെ ശരണം, അവനിലാണ് നമ്മുടെ കൂട്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആ പക്ഷി എന്നിട്ട് ഹല്ലേലൂയ, പക്ഷി അനങ്ങിയില്ല കേട്ടോ, അനങ്ങിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പ്രതികൂലങ്ങൾ കണ്ടാൽ നിൽക്കത്തില്ല. നമ്മുടെ മുമ്പിൽ ഒരു ഇരുമ്പായുധം ഓടിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷികൾ തങ്ങളുടെ കൂട് കൂട്ടി ഇടത്തു നിന്ന് അലക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഒരു കോഴി സംബന്ധിച്ച് കോഴി മുട്ടയിട്ട് അടയിരിക്കുകയാണ്. അത് മനുഷ്യരല്ല, ഇനി മൃഗം വന്നാൽ കോഴി അനങ്ങത്തില്ല. അതിനെ വലിച്ചെടുത്ത് ഊരെറിയണ അല്ലാതെ അനക്കാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കുമോ ദൈവമക്കളെ? കോഴി മുട്ടയിട്ട് അടയിരിക്കുകയാണ്. ആ സ്ഥാനത്ത് നിന്ന് വലിച്ചെടുത്ത് മാറ്റണമല്ലാതെ കോഴി എന്ന് പറഞ്ഞാലൊന്നും അനങ്ങത്തില്ല. അവിടെ ഇരിക്കും. ദൈവമാണി മാറിപ്പോക്കോ. അതുകൊണ്ട് ദൈവമക്കൾ പറയണം, നമ്മളെ കൂട് ക്രിസ്തുവിലാണ്. നമുക്കെതിരെ വരുന്ന പ്രതികൂലം മാറിപ്പോയിക്കൊള്ളണം. എന്റെ അടുക്കൽ വരരുത്, എന്നെ തൊടാൻ സാധിക്കത്തില്ല. എനിക്കൊരു പാറയുണ്ട്. എൻ്റെ കൂട് ഉറപ്പുള്ള പർവ്വതത്തിലാണ്. ഹല്ലേലൂയ. ഉറപ്പുള്ള പാറയിലാണ് ഞാൻ കൂട് കൂട്ടിയിരിക്കുന്നത്. ക്രിസ്തുവാകുന്ന പാറയിലാണ്, ക്രിസ്തുവിന്റെ സഭയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ.
ആമേൻ. ഇവിടെ യേശു പറയുകയാണ്, ഹല്ലേലൂയ, ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? പക്ഷികൾക്കുള്ള ആ ഉറപ്പ്, ആമേൻ, മുയലിനുള്ള ബലഹീന പാത്രമാകുന്ന മുയലിനുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ, നമ്മുടെ കൂടെ എവിടെയാണ്? ആമേൻ, 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 ഹല്ലേലൂയ. കുറുനരികളുടെ വിശ്വാസം നമ്മളിലുണ്ടോ? ആമേൻ, ആമേൻ. പ്രതികൂല മരുമകൾ നമ്മുടെ എവിടെയായിരിക്കും? ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ആമേൻ. ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്. ഇവിടെ ആമേൻ ശാസ്ത്രിയോട് പറയുന്ന കാര്യമാണ്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്. മനുഷ്യപുത്രനോ ആമേൻ. എനിക്കൊരു വീടുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എനിക്കൊരു വീടുണ്ട്, എൻ്റെ വീട് എന്നെ സംരക്ഷിക്കും. നിങ്ങൾ വെറുതെ നിങ്ങളെ വീടുകൾ വെച്ചിരിക്കുന്നത്, കൂട് കൂട്ടുന്നത്. ആടിനായാലും കോഴിക്കായാലും കുരുവിക്കായിരുന്നാലും പട്ടിക്കൽ എന്തിനായാലും കൂടുതൽ സംരക്ഷണ വലയം. കൂട്ടിലിരിക്കും കാലം ഒരു ശക്തിക്കും തൊടാൻ സാധിക്കത്തില്ല. ഒരു ആദിക്കോ വ്യാധിക്കോ എതിരിക്കോ വൈരിക്കോ ഒന്നിനും തൊടാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അതായത് കൂട് സംരക്ഷണമാണ്. ഇവിടെ യേശു പറയുന്നത് കുറുനരികൾക്ക് കുഴികളുണ്ട്. ആമേൻ, ഉണ്ട്, ഇല്ലാതെയല്ല. പറവകൾക്ക് കൂടുകളുമുണ്ട്. ആകാശത്തിലെ പറവകൾ കൂടുകളുമുണ്ട്. മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. നോക്കിക്കേ, മനുഷ്യപുത്രൻ, ആമേൻ, ആരാ? ദൈവപുത്രൻ. ദൈവപുത്രന് തലചായ്പാൻ ഇടമില്ല. ആമേൻ. നമ്മുടെ കർത്താവിന്, ആമേൻ, വിശ്വാസത്തിൻ്റെ നായകന്, ഉറപ്പുള്ളവര്, ആമേൻ, തലചായ്പാൻ ഇടമുണ്ടോ? ഇടമുണ്ടെന്ന്, നമ്മിൽ ഇടമുണ്ടെന്ന് വിശ്വസിക്കുന്നവര്, നമ്മുടെ വിശ്വാസം വലുതാണെന്ന്, വിശ്വാസത്തിൻ്റെ നായകന് നമ്മളിൽ പാർക്കുവാൻ സാധിക്കുമെന്ന്, കഴിയുമെന്ന്, ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ, ആഹാ, ഒന്ന് കരവടിച്ചാടി. യാസ്, ഹല്ലേലൂയ. നീ വിശ്വസിക്കുമ്പോൾ തന്നെ, ആരാധിക്കുമ്പോൾ തന്നെ, നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകളാണ് സംഭവിക്കുന്നത്. യാസ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശു സംരക്ഷകനാണ്, യേശു രക്ഷകനാണ്. ആമേൻ. യേശു ഒരുക്കുന്ന കൂട്ടിൽ, ആമേൻ, നമുക്കൊരു കൂടുണ്ട്, നമുക്കൊരു വീടുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഒരുക്കുന്ന കൂടിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മനുഷ്യപുത്രനോ തലചായ്പാനിടയില്ല. പലരുടെയും ജീവിതം നോക്കൂ. യേശു നോക്കിയപ്പോൾ, ആമേൻ, യേശു അക്കരെ നിന്നൊരു വന്നൊരു വ്യക്തിയാണ്. ആമേൻ. യേശു ദൈവപുത്രൻ എന്ന വ്യക്തി എന്ന് പറയുന്നത് ദൈവപുത്രനാണ് യേശു. ആമേൻ, ഹല്ലേലൂയ. ലോകത്തെ രക്ഷിപ്പാനാണ് അവൻ ലോകത്തിൽ വന്നത്. ആമേൻ. നമ്മെ ഏവരെയും രക്ഷിപ്പാൻ, ആമേൻ, നശ്വരമാകുന്ന ലോകത്തിൽ നിന്ന്, ഈ കൂട്ടിൽ നിന്നും ആ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കർത്താവ് വരുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ആ കർത്താവിന്, ആമേൻ, കർത്താവിൻ്റെ, ആമേൻ, ശുശ്രൂഷ കാലഘട്ടത്തിലായിരുന്നാലും ഈ കാലഘട്ടത്തിലായിരുന്നാലും, ആമേൻ, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത്, ഹൃദയമാകുന്ന ഭവനത്തിൽ, നമ്മുടെ ഹൃദയമാണ് നിത്യഭവനം. ഇവിടെ വെച്ച് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ഹൃദയം ഒരുങ്ങിയാൽ മാത്രമേ നമുക്ക് അക്കരയ്ക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഹൃദയത്തിൽ യേശുവിന്, കർത്താവിന്, വിശ്വാസത്തിന് നായകന് സ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളോട് കൂടെ വന്ന് വാഴത്തുള്ളൂ, നമ്മൾ ജീവിക്കത്തുള്ളൂ. ആമേൻ. അവൻ നമ്മളിൽ തല ചായ്ക്കത്തുള്ളൂ. നമ്മൾ അവിശ്വാസികളോടുകൂടി ലോകപ്രകാരം അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടമായി പോകാനിടയിൽ തീരും. നമ്മൾ അക്കരെ നാട്ടിലേക്ക് നമുക്ക് പോകാൻ കഴിയാതെ തീരും. പലരുടെ ഉപദേശങ്ങൾ കേട്ട. പക്ഷേ യേശുവിൻ്റെ ഉപദേശത്തിൽ യേശു പറയുകയാണ്, യേശു ഉപദേശിക്കുകയാണ് തൻ്റെ ചുറ്റിലും കണ്ട പുരുഷാരത്തോട് അക്കരയ്ക്ക് പോകുവേ എന്ന് പറയുകയാണ്. നമ്മുടെ വീട്, നമ്മുടെ കൂട്, ആമേൻ, നമ്മൾ എത്ര തന്നെ വലിയ കൂടുകൾ ഇവിടെ കൂട്ടിയാലും, എത്ര മണിമാളികകൾ, എത്ര വലിയ ബംഗ്ലാവുകൾ, എത്ര വലിയ ഭവനങ്ങൾ, എത്ര വലിയ, ആമേൻ, കോട്ട തീർത്താലും, ആമേൻ, നമുക്കൊരു നാൾ അക്കരയ്ക്ക് പോകേണ്ടത്. ഈ മൺകൂടാരം നമ്മൾ വീടും, ഈ മൺകൂടുകൾ വീടും, വിണ്ണിൽ ഒരുക്കപ്പെടുന്ന ആ കൂട്ടിലേക്ക് നാം പറന്നു പോകേണ്ടി വരും. ആയതുകൊണ്ട് ഈ അല്പമായ ജീവിത ആയുസ്സിൽ, ഓ ഹല്ലേലൂയ, അക്കരെ പോകുമെന്ന്, ഞാൻ അക്കരെ പോകും. ഈ നാളുകളിൽ, ആമേൻ, രക്ഷയുടെ ഭവനത്തിൽ, ഈ ലോകത്തിൽ, ആമേൻ, കർത്താവിൻ്റെ നാമത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു കൂടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കരമടിച്ചെന്ന് കർത്താവിന് മഹത്വം കൊടുത്താണ്. യാസ്, എനിക്കൊരു കൂടുണ്ട്. എൻ്റെ കൂട്ടിൽ, ആമേൻ, ഞാൻ ആശ്രയിക്കും കാലം ഒരു ശക്തിക്ക് തൊടാൻ സാധിക്കത്തില്ല. ഓമേൻ. ഒരു പ്രതികൂലത്തിന് അസാമേ സാധിക്കത്തില്ല. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് എനിക്കാൽ
കഴിയാത്തതിനെ സാധ്യമാക്കുന്ന കർത്താവ് ആമേൻ എൻ്റെ കൂട്ടിലുണ്ട്. അവൻ ഒരുക്കുന്ന ഭവനത്തിലേക്ക് ഞാൻ പോകും. ഹല്ലേലൂയ. അക്കരയ്ക്ക് ഞാൻ പോകും. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തോടെ മുൻപോട്ട് പോകത്താവേ. നമുക്ക് വേഗത്തിൽ നമുക്ക് വിരാമത്തിലേക്ക് എത്താം, സമാപനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. എനിക്കൊരു കൂടുണ്ട്. ഞാൻ കൂട് ഉറപ്പുള്ള കൂടാണ്. അത് ശാശ്വതമായ കൂടാണ്, അത് നിത്യമായ കൂടാണ് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? ഓ ഹല്ലേലൂയ. ആമേൻ. ഉറപ്പുള്ള കൂട് ഇവിടത്തെ കൂടല്ല കേട്ടോ, കാഴ്ചയാലുള്ളതല്ല, വിശ്വാസത്താൽ ഉള്ളതത്രേ. ഹല്ലേലൂയ. ഉറപ്പുള്ള കൂട് ഇക്കരയല്ല, അക്കരയത്രേ. ശാശ്വത ഭവനം, ശാശ്വതമായ കൂട് അക്കരെ അവൻ ഒരുക്കുകയാ. ആ കൂട്ടിലേക്ക് നമ്മൾ എത്ര പേർ കടന്നു പോകും? നമ്മൾ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 പിതാവേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. പൗലോസിൻ്റെ ആമേൻ ലേഖനം വായിക്കുമ്പോൾ ആമേൻ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, ഈ മൺകൂടാരം ഒഴിഞ്ഞു പോയാലും ഉന്മയമായുള്ള കൂട് നമുക്ക് വേണ്ടി, ഭവൻ നമുക്ക് വേണ്ടി ഒരുങ്ങുന്നത് എത്ര പേർ പ്രത്യാശിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യഭവനത്തിലേക്ക് നമുക്ക് പോകാം, ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കൂട് ഉയരത്തിലാണ്, പക്ഷേ ഉയരത്തിൽ അത് കൂട് കൂട്ടുന്നുണ്ട്. ആമേൻ. അതിന് ഉറപ്പുള്ള ഇടത്ത് കൂട് കൂട്ടുന്നുണ്ട്. ആലിലെ കുഴിമുയൽ പാറയിൽ കൂട് കൂട്ടുന്നുണ്ട്. ആമേൻ. അതിന് ഒരു ശക്തിക്ക് തൊടാൻ സാധിക്കത്തില്ല. പാറയിൽ കൂട് കൂട്ടിയിരിക്കുന്ന മുയലിനെ തൊടുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ലെന്നത് വിശ്വസിക്കുന്നുണ്ട്. കുറുനരികൾ തൻ്റെ കുഴികളിൽ വിശ്വസിക്കുന്നുണ്ട്. തന്നെ തൊടുവാൻ ഒരു ശക്തിക്ക് സാധിക്കുന്നില്ല. ആകാശത്തിലെ പറവകൾ ആമേൻ കൂട് കൂട്ടുന്നുണ്ട്. ആമേൻ. തങ്ങളെ തൊടുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പകൽക്കാലത്തിനായി നന്ദിയപ്പ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ഇന്ന് പകൽക്കാലത്തിൽ. ഓ നന്ദി. അങ്ങയുടെ ആമേതാവേ, ഞങ്ങളുടെ സഭയെ അങ്ങയുടെ സന്നിധിയിൽ ആമേ മുഴുവനായി ഏൽപ്പിച്ചു തരികണപ്പ. അങ്ങയുടെ നാമം ഇന്ന് പകൽക്കാലത്തിൽ മഹത്വപ്പെട്ടതിന് നന്ദി. ഹല്ലേലൂയ. ആമേ. നന്ദി കർത്താവേ. ഇന്ന് പകൽക്കാലത്ത് ഞങ്ങൾ വിരാമത്തിലേക്ക് വരികയാണ് കർത്താവേ. അങ്ങ് ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ഭവനം, ഈ ലോകത്തിലുള്ള ഇക്കരയുള്ള ഭവനം ശാശ്വതമല്ലല്ലോ. അതെ, ഞങ്ങൾ പണിയുന്നത് എത്ര വിലമതിച്ച ഭവനമായിരുന്നാലും, വിലയേറിയ ഭവനമായിരുന്നാലും, മുത്തുകൾ കൊണ്ട് അത് നിർമ്മിച്ചു വച്ചാലും അത് ശാശ്വതമല്ലല്ലോ കർത്താവേ. ചിലപ്പോൾ ആമേൻ നമ്മൾ കുടിലായിരിക്കാം. ആമേൻ. കുടിലായിരിക്കാം നമ്മൾ ആശ്രയിക്കുന്നത്. ആമേൻ. അല്ലെങ്കിൽ ആമേൻ നമ്മൾ കൊട്ടാരത്തിലായിരിക്കാം ആശ്രയിക്കുന്നത്. എത്ര നാൾ നമ്മൾ ഉറച്ചു നിൽക്കും? ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതിൻ്റെ പര്യവസാനം കഷ്ടവും സങ്കടവും അത്രേ. ഹല്ലേലൂയ. അതേ, ഞങ്ങളുടെ സഭയെ കർത്താവേ, പാപ്പനെ സഭയെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരികണപ്പ. മുഴുവൻ പേരോടും അങ്ങ് കർത്താവ് സംസാരിച്ചതിന് നന്ദി. അടിയനോട് അങ്ങ് സംസാരിച്ചതിന് നന്ദി. കഴിഞ്ഞ നാളുകളിൽ അടിയനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി കർത്താവേ. ഞങ്ങളെ അങ്ങ് അക്കരെ ഭവനത്തിലെത്തുവോളം ആമേ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിക്കണപ്പ. അങ്ങ് ഞങ്ങൾക്ക് നായകനായി കൂടെ ഉള്ളതിനായി നന്ദി. അങ്ങ് ഞങ്ങളോടുകൂടെ നടക്കുന്നുവല്ലോ. ആമേൻ. അങ്ങയുടെ വടി കോലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി കർത്താവേ. നന്ദി പറയുകയാണ്. ആമേൻ. മാനവും മഹത്വം വീഴ്ചയെല്ലാം അങ്ങേക്ക് തരികയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനാ